കെ ഹരിദാസ്, ഹെലികോപ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കരാറുണ്ട്, അടുത്ത മാസമേ തീരത്തുള്ളൂ. ഒരു മാസം ഓടിയാലും ഇല്ലെങ്കിലും 80 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ 25 മണിക്കൂർ ഓടാം. ഈ 80 ലക്ഷത്തിന് 25 മണിക്കൂർ ഓടാം. 25 മണിക്കൂറിൽ കൂടുതൽ ഓടിയാലേ പിന്നെ എക്സ്ട്രാ പണം കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന പോയിന്റ് എനിക്കുമുണ്ട്. പക്ഷേ ആ ഹെലികോപ്റ്റർ എന്തിനു ഉപയോഗിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഔചിത്യം കാണിക്കേണ്ടായിരുന്നു. കേരളം ഒരു പ്രളയ സാഹചര്യത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രളയ സമാനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മഴക്കെടുതിയുടെ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടത് ഏത് യാത്രക്കായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലേ? എനിക്കിവിടെ CPM MLA അങ്ങ് ദയവ് ചെയ്തിട്ട് 10 വർഷം ഭരിച്ചിട്ട് നിങ്ങളുടെ ഭരണം അങ്ങേയറ്റം മോശമായത് കൊണ്ടാണ് ഭരണം UDF ഏൽപ്പിച്ചിട്ടുള്ളത്. ജനങ്ങള് 72 ദിവസമായ ഒരു സർക്കാർ പൂർണ്ണ പരാജയമെന്നൊന്നും പറയാതെ, നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. എന്റെ പ്രായം കൊണ്ടാണ് ഞാൻ പറയുന്നത്. 72 ദിവസം കൊണ്ടൊക്കെ ഒരു സർക്കാരിനെ വിലയിരുത്താൻ പറ്റുമോ ശ്രീ വിജിൽ? എന്താണ് ഈ പറയുന്നത്? 72 പോയിട്ട് 720 ദിവസമായി, 2 കൊല്ലമായി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ വരുത്തിയ ഡാമേജ് ആണ് ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് UDF പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? ഞാനത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഞാൻ 72 ദിവസം കൊണ്ട് സർക്കാർ പരാജയം എന്നല്ല പറഞ്ഞത്. ഈ ദുരന്തമുഖത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ ദിവസങ്ങളിൽ സർക്കാർ പരാജയം എന്നാണ് പറഞ്ഞത്. ഈ സർക്കാർ പരിപൂർണ പരാജയമാണെന്ന് പറയത്തക്ക തോതിലുള്ള ഒരു സംഭവവും ഈ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ പ്രളയം, ഇത്തരത്തിലുള്ള ഒരു മഴ ഒരാഴ്ച പെയ്യേണ്ട മഴ കേവലം 24 മണിക്കൂർ കൊണ്ട് പെയ്ത് കഴിഞ്ഞാൽ താങ്കൾ സംസാരിക്കുമ്പോൾ എനിക്ക് 100 പ്രാവശ്യം ഇടപെടേണ്ട സംഗതികൾ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ പറയാൻ അനുവദിക്കൂ. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് ഈ ഹെലികോപ്റ്റർ വിഷയത്തിന്റെ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലല്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നത് UDF അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി ഈ ഹെലികോപ്റ്റർ കരാർ റദ്ദ് ചെയ്യുകയാണ് എന്നാണ്. ഒരിക്കലല്ല, പല പ്രാവശ്യം പല നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ 72 ദിവസം കൊണ്ട് ഒരു ഹെലികോപ്റ്ററിന്റെ കരാർ റദ്ദ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. മാത്രവുമല്ല, ദുരന്തമുഖം കാണാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലയിലോ ഇതിനേക്കാൾ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലോ ഈ ദുരന്തം എത്രത്തോളം മഴ കൊണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതെങ്കിൽ നമുക്ക് 80 ലക്ഷത്തിന്റെ വാടക വസൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ചെയ്ത കാര്യമായിട്ട് നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു. ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത് അഭിലാഷേ. അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഇൻവെസ്റ്റർ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ കാണും. അപ്പൊ അദ്ദേഹം ഭാര്യയുടെ അച്ഛനെ കാണാനായാലും ഇടമുളയ്ക്കൽ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനായാലും സൗജന്യമായിട്ടാണെങ്കിൽ പോലും സർക്കാരിന്റെ ഒരു സംവിധാനമാണ് ഈ ഹെലികോപ്റ്റർ. നിലവിൽ 80 ലക്ഷം രൂപ വാടക കൊടുക്കുമ്പോൾ അത് സർക്കാർ സംവിധാനമാണ്. ആ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിലുള്ള എന്റെ അഭിപ്രായം പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ ശ്രീ ജിൻഡോ, താങ്കൾ പറഞ്ഞു മലബാറുകാരുടെ ഭക്ഷണത്തിന്റെ ആകർഷത. നമ്മള് എന്താണ് പറയുക, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ താങ്കൾ എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. ആ ചർച്ചകളിൽ ചില സ്വകാര്യ വ്യക്തികൾ ഒരുക്കിയ ഭക്ഷണത്തിന്റെ സ്വാദിനെ കുറിച്ചിട്ട് സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരൊക്കെ പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ അവരെ വിമർശിച്ചിട്ടുണ്ട്. ഇതിനാണോ നിങ്ങൾ ഈ യാത്ര നടത്തിയത്? ഈ എന്താണ് പറയേണ്ടത്, ജനങ്ങളുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്തരത്തിലൊരു യാത്ര നടത്തിയത്? അല്ലാണ്ട് ഭക്ഷണം കഴിക്കാനാണോ വരാൽ കഴിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയെ സാധാരണ ഒരു ഭക്ഷണം അദ്ദേഹം കഴിച്ചതിനെ കേരളത്തിലെ ഒരു ജനങ്ങളും വിമർശിക്കില്ല. വിമർശിക്കുന്നതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ ബോഡി ലാംഗ്വേജും പത്രമാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അവഗണനാപൂർവമുള്ള മറുപടികളും അങ്ങേയറ്റം മോശമായി. കാരണം അത് പറയേണ്ട സാഹചര്യമല്ല. ഒരു ദുരന്ത ഭൂമിയാണ് കേരളം, ഭാഗികമായിട്ടെങ്കിലും ഒരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട വിധത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട വ്യക്തി അത്തരത്തിൽ എടുത്തു ചാടി സംസാരിച്ചത് അങ്ങേയറ്റം തെറ്റായി പോയെന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്.